ഞങ്ങൾ മല കയറാൻ വന്നേനെ കേട്ടോ, വെള്ളത്തിന് വേണ്ടി. അപ്പോൾ വേനലായി, തോട്ടത്തേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓരോ വീട്ടിലേക്ക് പോണ പൈപ്പാണ് ഇട്ടത്. വേനലായ കാരണം ഇവിടെ മലയിൽ നിന്ന് കുറേ വീടുകൾക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞതാണ്, അപ്പോൾ കാണാത്തവർക്കാണ് കേട്ടോ. കൊഴങ്ങി ഇനി എത്ര മോളിക്ക് കയറണമെന്നറിയോ? പിന്നല്ല പോയി വന്നോളൂ. കേറി കേറി പോകുമ്പോഴാണ് അവിടെയാണ് നമ്മളെ എന്ത് വെള്ളം. ശരിയാ ചേട്ടാ? അതെ, അപ്പൊ കണ്ടോ കുറച്ചീച്ചിതാ വെള്ളം വരുന്നുള്ളൂ. മോളിന്ന് ചോലയിന്നാണ് അത് വരുന്നത്. ഇത് അടിയിലേക്ക് എത്തിയപ്പോഴത്തേന് ഇങ്ങനെ കുറച്ചീച്ചേ ഉള്ളു വരും. പക്ഷെ ഇതാ ഇങ്ങനെ കുറച്ചുള്ളെങ്കിലും നല്ല നല്ല വെള്ളമാണ്. ഇതിങ്ങനെ വന്നോട് നിൽക്കൂട്ടോ. എത്ര വേനലാണെങ്കിലും ഇതാ ഈ ഒരു തുള്ളി വെള്ളം എപ്പോഴും ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ വരുന്ന എല്ലാവർക്കും ഒരു ഉപകാരം എന്താ വെച്ചാൽ കുറേ വീടുകൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വെള്ളം. പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കയറി ഇനി അവിടെ പിടിച്ച് നോക്കാം. നമുക്ക് ചോലയ്ക്ക് പോകാം. കുറേ അങ്ങോട്ട് പോകണം ചോലയ്ക്ക്. നമുക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളെ എത്ര നാൾ പോകണമെന്ന് അറിയാം. അങ്ങോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഷാജിയേട്ടനൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാനൊക്കെ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. അങ്ങോട്ടൊന്നും നടക്ക് എന്നെ കൊണ്ട് പോയില്ല. ഇവിടെ നമുക്ക് പോകാൻ കൂട്ടണ്ട. ഇവിടെ നിന്ന് വരെ നടന്നപ്പോ തന്നെ വരി വരി. നമുക്ക് ഇനി അപ്പുറത്ത് നോക്കുക. ഇനി എന്താ പോയില്ലേ? ഓരോ വീട്ടിലേക്ക് തിരുമ്പാനും പാത്രം കഴുകാനും ബാത്റൂമിക്കൊക്കെ കിണറില്ലാത്തവരൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പൊ ഈ പൈപ്പ് ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. തണുപ്പില്ല, നല്ല കുറച്ചീച്ച് വരുന്നുള്ളൂ. നമ്മൾ ഓരോ കുഴിയാക്കിയിട്ട് ഇങ്ങനെ അവിടുന്ന് പിന്നെ പൈപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. കണ്ടോ, ഓർക്കൊക്കെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല കേട്ടോ. എടി വാടി, ഇനി നമുക്ക് ഇത് പണിയൊക്കെ കഴിഞ്ഞിട്ട് പുഴയ്ക്ക് കുളിക്കാൻ പോകണം. അപ്പം സമയം വൈകും. പോരി. അപ്പോൾ ഇതാ കണ്ടോ അടുത്ത ജോയിൻറ്റിൽ എത്തിയിട്ടോ വെള്ളം. ഇതാ കണ്ടില്ലേ പൈപ്പൊക്കെ ഇത് ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോകണ വെള്ളത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെ പൈപ്പിൻ്റെ ഇതാ ഒരു ഭാഗം കഴിഞ്ഞു. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഭാഗം ജോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ വെള്ളം. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പം മക്കളും ഞാനും എല്ലാവരും ഉണ്ട് ഏട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇങ്ങനെ കുലുക്കി കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ഇങ്ങനെ വെള്ളം വരിക. ഷാജിയേട്ടാ നല്ല കുലുക്കി കൊടുക്കി. കുഞ്ഞുണ്ണി കുലുക്കിട്ട് വരുന്നില്ലല്ലോ. ആ വന്നു 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 കണ്ടോ. ഇപ്പം മൂന്നാമത്തെ ജോയിൻ്റ് എത്തിയിട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോയിൻ്റ് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ വെള്ളം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കരട്ടോ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജോയിൻ്റ് ഇങ്ങനെ അയച്ചു കൊടുത്താൽ മതി. അല്ല മൊത്തത്തിലൊരു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് കഴിയില്ല. അപ്പം ഇങ്ങനെ ജോയിൻ്റ് കൊടുത്താൽ നമുക്ക് വെള്ളം എന്തെങ്കിലും തടസ്സമാവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഈ പിന്നെ ഇവിടെ വന്നിട്ട് ഓരോ ജോയിൻ്റ് അയച്ച് നോക്കാം. തിരക്കൂടലി തിരക്കൂടലി തിരക്കൂട് അടി അടി. വലിയ വലിയ കുട്ടികളായിട്ട് നോക്കി തിരക്കൂടുന്ന മക്കള്. കുട്ടി ഇന്ന് പോകുന്നില്ല കേട്ടോ, അവൾക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അരങ്ങേറ്റത്തിൻ്റെ ഒക്കെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവളും പിന്നെ ഏട്ടൻ്റെ രണ്ടാമത്തെ മോളും കൂടി പോകുന്നില്ല, അവർ ഡാൻസിന് പോയിക്കാണ്. അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ടാളും മഞ്ഞയിലാണല്ലോ യൂണിഫോം ഇട്ട മാതിരിയാണ് വന്നിരിക്കുന്നത്. ഇറങ്ങി ഇറങ്ങിയതാ ഞങ്ങൾ റോട്ടിലെത്താനായിക്കൊണ്ടിരിക്കുന്നു. താഴെത്തിട്ടോ ഞങ്ങൾ റോട്ടിലെത്തി. ഇനി തോട്ടത്തേക്കാണ് കേട്ടോ പോണത്. വെള്ളമൊക്കെ എടുത്തു, ഇവിടെ വന്നു. അവസാനത്തെ ജോയിൻ്റ് ആട്ടോ. റോഡിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഇത് എത്രാമത്തെ ചേട്ടാ? അഞ്ചാമത്തെ. ഇല്ലല്ലോ, ഇനി അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. ഇങ്ങനെ പൊന്തയാണ് ഇങ്ങോട്ട് നോക്കി. നല്ല പാമ്പുകളൊക്കെ ഉണ്ടാവും. വെള്ളം താഴ്ത്തിക്ക് ഇറക്കി ഓരോ ഇത് ജോയിന്റ് ക്ലിയർ ആക്കി ഞങ്ങൾ ഇതാ റോഡിൻ്റെ അവിടെ എത്തി. ഈ റോഡിൻ്റെ ഇവിടെ ഒരു ഒവ്വാലുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോകും ഞങ്ങൾ തൊടിക്ക്. ഇവിടെ കുറച്ചപ്പുറത്ത് തന്നെയാണ് കേട്ടോ തൊടി. അപ്പം ഇനി അങ്ങോട്ട് പോകാൻ നിൽക്കും. അങ്ങോട്ട് അതെ ഫോണിടല്ലേ? ഫോണിട്ട് എനിക്ക് കുഴപ്പമില്ല, ഏട്ടൻ്റെ ഫോണാ.
ഒരു ഓവാലത്തിന്റെ അവിടെ അങ്ങനെ കുറച്ച് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അത് ശരിയാക്കിയാണ്. ഞമ്മക്ക് അങ്ങോട്ട് പോവാ തൊടിക്ക് കേട്ടോ. അങ്ങോട്ട് പോകണം. ആ പൂരി 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 കമോൺ ഡിയർ. ഞങ്ങളെ വിളിക്കാം. വെള്ളം എത്തിട്ടോ, തൊടിയിൽ വെള്ളം എത്തി. നല്ല ചൂടാണ് ഇപ്പോൾ നമ്മളിവിടെയൊക്കെ. അപ്പോൾ ഇതാ കവുങ്ങിക്ക് വെള്ളം എത്തിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് അടയും കേട്ടോ. അപ്പം ഒന്ന് ശരിയാക്കാം. ഞാൻ ഇതിൻ്റെ മുന്നേ ഇതേമാതിരി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാടൊക്കെ ഒന്ന് വെട്ടിയിട്ട് വേണം വളമൊക്കെ ഇടാം. മഴയൊന്ന് പെയ്താലല്ലേ നമുക്ക് വളം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ വളം കൊണ്ടുവച്ചിട്ടൊക്കെ ഉണ്ട്. ഈ കാട് വെട്ടണം. അതേമാതിരി ഒരു മഴ കിട്ടിയാലേ നമുക്ക് വളം ഇടാൻ പറ്റുള്ളൂ. എല്ലാവരും ഇതാ കുഴങ്ങിയുണ്ട് കേട്ടോ. ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തു, റീൽസൊക്കെ എടുത്തു. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കുഞ്ഞുണ്ണിയൊക്കെ അതാ കുഴങ്ങി ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ പുഴയ്ക്കാണ് കേട്ടോ പോവുക. കുളിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും. അപ്പം നേരെ പുഴയ്ക്കാണ് കേട്ടോ ഇനി പോണത്. അപ്പോൾ കുഴങ്ങി മക്കളെ. വെള്ളമൊക്കെ സെറ്റായി. ഇതാ കഴിക്കുന്ന കവുങ്ങിന് വെള്ളം കൊടുത്തു, ഞങ്ങൾക്ക് വെള്ളം തന്നു. കുടിച്ചു. അപ്പം ഇനി ഞങ്ങൾ നേരെ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ ഇങ്ങനെ തൊടിക്ക് പോരാനായിട്ട് കുളിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇനി ഞങ്ങൾ പുഴയ്ക്ക് പോവാണ് കേട്ടോ. പുഴയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അനു എന്താ മുഖം തുടക്കണ്? പുഴയ്ക്ക് പോവാണ്, പുഴയ്ക്ക് പോവാണ്. യെസ്, ഞങ്ങളെ പുഴയ്ക്ക് പോവാണ്. അപ്പൊ ഇവളൊക്കെതാ ഞങ്ങളെ പുഴ കണ്ടിട്ടില്ല. അപ്പൊ ഇവളെയൊക്കെ കാണിക്കാൻ വേണ്ടി പോവാണ്. അതേമാതിരി വേറൊരു പെണ്ണും കൂടി കേട്ടോ. ഇല്ല കേട്ടോ, ഇവളൊന്നും കണ്ടിട്ടില്ല. ഇവളെ മഞ്ചേരിക്കാരിയാണ്. അപ്പൊ ഞങ്ങളെ പരിയങ്ങാടിന്റെ ഒരു കുളിർമ ഇവൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ പുഴയ്ക്ക് ഞങ്ങളെ പുഴയ്ക്ക് കൊണ്ടുപോവാണ് അവരൊക്കെ. പുഴ എത്തിട്ടോ. ഞങ്ങളെ നാട്ടിലെ പുഴ എത്തി. കുളിച്ചോളി മക്കളെ, കുളിച്ചോളി. എല്ലാ ഡ്രസ്സും ഞാൻ തിരുമ്പ. ആ നീന്തിക്കൊളി. നല്ല വെയിലത്താണ് കേട്ടോ വന്നാണ്ട് നീന്തണ്. ഒരാളിതാ തിരുമ്പണുണ്ട്, ഒരാളിതാ ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ളതിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ് പുഴയ്ക്ക് കുളിക്കാൻ വന്നതാണ്. ഇനി ചെന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എളുപ്പം കുളിക്ക്, നമുക്ക് പോകണം മക്കളെ. തിരുവല്ലി റെഡിയല്ലേ? ആയിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല. ഓ ഇത് നീന്തലത് നീതുമേ നടക്കണോ അമ്മേനെ പോലെ. ഗായ്സ് എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണ്. നല്ല വെയിലുണ്ട്.
കുഞ്ഞാറ്റ് പുഴയ്ക്ക് പോവാല്ലേ പൂതി മാറിയോ? കാരണം നല്ല വെയിലാണ്. പക്ഷെ എന്നാലും തെളിഞ്ഞ തണുത്ത വെള്ളല്ലേ. കുഞ്ഞാറ്റിന്റെ വീടിന്റെ അടുത്തൊന്നും പുഴയും തോടും അങ്ങനെയൊന്നുമില്ല. കുളമുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ പോകലില്ല. ഇവിടെ വരുമ്പോഴാണ് ഒക്കെ ഇങ്ങനെയൊക്കെ പോകാൻ അവസരം കിട്ടല്. അമ്മ കുഴങ്ങിയപ്പോൾ ദീപ്തിനെ അനുവിൻ്റെ കയ്യിൽ കൊടുത്തു ഗൈസ്. ഒരു വലിയ ആളായി മുന്നിൽ വർത്താനം പറഞ്ഞ് നടക്കുക. അത് നമ്മുടെ കുഞ്ഞുണ്ണിയാണ്. നമ്മളെ കുഞ്ഞുണ്ണി തിരുപ്പതി പോയിട്ട് മുട്ട അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓനെല്ലാവരും തിരുപ്പതി മുട്ട എന്നാ വിളിക്കണം. അതിനിപ്പോൾ എന്താ നല്ല ക്യൂട്ടല്ലേ ഇത്. നോക്കണം കുഞ്ഞുണ്ണിയെ, കാട്ട് കുഞ്ഞുണ്ണിയെ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവരും നന്നായിട്ട് കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണല്ലോ. അപ്പോൾ ഇനി പെട്ടെന്ന് ചെന്ന് ചോറിനണം, കുറച്ച് നേരം കിടക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ടാറ്റാ, ബായ്.